ഞാൻ ഇടപെടുന്നത് എന്താണെന്ന് വെച്ചാൽ ലണ്ടനിൽ നിന്നൊരു പ്രേക്ഷകർ വിളിക്കുന്നുണ്ട്. സവിത, ശ്രീമതി സവിത. ഹായ് മനു. യാ ഗുഡ് ഈവനിങ്. അവിടെ ഇപ്പൊ കുറെ കൂടെ ഇതായി അല്ലേ? സമയം എന്താണ് അവിടെ? ഇവിടെ ഇപ്പം 11 മണിയായിട്ട് രാവിലെ. മോർണിംഗ്. അപ്പോൾ ഗുഡ് മോർണിംഗ് ആണ്. ഓക്കെ, ഞാനിവിടെ വൈകുന്നേരമുള്ള, അപ്പോൾ അതാണ് ഞാൻ ഗുഡ് ഈവനിങ്, അതാണ് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ശ്രീമതി സവിത ലണ്ടനിലാണ്. അവിടെ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അതൊരു നല്ലൊരു ഇതാണ്. അപ്പോൾ നമ്മുടെ പൊതുവേദി കാണുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ ശ്രീമതി സവിത ഈ വിഷയമൊക്കെ കേട്ടോ, ഇവിടെ നടക്കുന്ന ഈ കോലാഹലങ്ങളും ബഹളങ്ങളും ഒക്കെ കേരളത്തിൽ? തീർച്ചയായും ഞാൻ കേരള ന്യൂസ് റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. എന്റെ ഹസ്ബൻഡിന് തന്നെ അതിൻ്റെ അകത്ത് ഇത് ഒരുപാട് സങ്കടം തോന്നി. ദീപക്, ഞാൻ കോഴിക്കോട് മിംസിലൊക്കെ പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗോവിന്ദപുരമൊക്കെ ഒരുപാട് പരിചയമുള്ള ഏരിയയാണ്. ദീപകിനെ അറിഞ്ഞതുകൊണ്ടല്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ ആൺകുട്ടിയായതും പെൺകുട്ടിയായതും നമുക്ക് ഫ്യൂച്ചറിൽ അവർക്ക് ഇങ്ങനെയൊന്ന് വന്നാൽ അതെന്നെ ബോധർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തണം. ഞാൻ ചെയ്ത തെറ്റല്ല എന്ന് അവർ ബാക്കിയുള്ളവർ എന്തെങ്കിലും ചെയ്തോട്ടെ, ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മുടെ ന്യൂ ജനറേഷൻ ആണെങ്കിലും ആ ഒരു ഇതിലേക്ക് നമുക്ക് എല്ലാവരും അവരെ സ്കൂൾ പഠിപ്പിക്കുന്നതാണെങ്കിലും കോളേജിലാണെങ്കിലും അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ കൊടുത്ത് ആ ഒരു മെന്റൽ പവർ, വിൽ പവറിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഡസന്റ് മാറ്റർ, ആർക്ക് പറയാനവത് പറയട്ടെ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു ധൈര്യം കിട്ടുന്ന രീതിയിൽ എടുക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. ഇനിയിപ്പം ദീപകിന് നീതി കിട്ടുമോ എന്ന് ചോദിച്ചാല് എന്ത് നീതി കിട്ടിയിട്ടും എന്താ? ആ പാരന്റ്സിന് മോൻ പോയില്ലേ, അത് കൂടുതൽ ഇനിയിപ്പോ എന്ത് നീതി കിട്ടിയിട്ടും എന്താ? ഒരു പ്രതിയെ പിടിച്ച് ശിക്ഷിച്ചതുകൊണ്ട് ആ കുടുംബത്തിന് അവർക്ക് നഷ്ടമായതൊന്നും നമുക്ക് നികത്താനാകില്ല, തിരിച്ചു കൊടുക്കാനാകില്ല. ആ കുടുംബത്തിന്റെ ഏക അത്താണിയാണ്, ഏക മകനാണ്. ഞാൻ ശ്രീമതി സവിതയോട് മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോൾ വലിയൊരു ഇഷ്യൂ ആണല്ലോ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം. അപ്പം നമ്മളിപ്പോൾ ലണ്ടൻ, ഞാൻ അവിടെ ഒരു തവണ സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആളുകൾ കുറേ കൂടി സൗഹാർദ്ദപരമായി പെരുമാറുന്നൊരിടം എന്നാണ് ഞാൻ അവിടെ കുറച്ച് ദിവസമേ ഉണ്ടായുള്ളൂ, എനിക്ക് തോന്നിയത്. ശ്രീമതി സവിതയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇവിടുത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ലണ്ടനിലെ സ്ത്രീകൾ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? അവിടെ ഇതുപോലെയൊക്കെ ഉണ്ടോ? നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആൺ പെണ്ണെന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണല്ലോ. പെണ്ണുങ്ങൾക്ക് മുന്നത്തെ സീറ്റ്, പാണുങ്ങൾക്ക് പുറകത്തെ സീറ്റ്, മുന്നിൽ കൂടെ കയറണം, പുറകെ കൂടെ കയറണം എന്നൊക്കെ. ഇവിടെ എല്ലാം ഒരു വഴിക്കാണ്. ആണായാലും പെണ്ണായാലും നിങ്ങൾ അടുത്തിരിക്കുന്നു. നമുക്ക് അങ്ങനെ ഒരു ബാഡ് ടച്ചോ അങ്ങനത്തെ ഒരു ഇതും ഇതുവരെ, ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ട് റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. ട്രെയിൻ ആണെങ്കിലും ട്യൂബ് ആണെങ്കിലും ബസ് ആണെങ്കിലും ഒക്കെ ഞാൻ റെഗുലർ പോകുമ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അങ്ങനെ ഒരു ലണ്ടൻ ട്യൂബൊക്കെ പൊതുവെ സുരക്ഷിതമായ ഒരു ഇടം തന്നെയാണ്. ആളുകൾ അങ്ങനെ കയ്യേറ്റമില്ല അല്ലെ? ഞാൻ പറയുന്നില്ല ഇംഗ്ലീഷുകാരാകണമെന്നില്ല, ഇന്ത്യക്കാരും മറ്റ് ഇവിടുന്ന് പല സംസ്ഥാനങ്ങളിൽ രാജ്യങ്ങളിൽ നിന്നൊക്കെ പോയ ഡയസ്പൊറയൊക്കെ അവിടെ ഉണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ഈ ഒരു ഡിഗ്നിറ്റി പാലിക്കുന്നുണ്ട് അല്ലേ? അതെ, ഇതുവരെ എനിക്ക് അങ്ങനെ ബാഡ് എക്സ്പീരിയൻസ് ഇല്ല. കുറെ പേര് അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു റെസ്പെക്ട് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. ഒരാളടുത്ത് തട്ടി നിൽക്കാൻ പാടില്ല എന്നുള്ളത് അതെല്ലാവർക്കും തന്നെ പാലിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടില് അതേസമയം ഇറ്റ്സ് ഓക്കെ എന്നുള്ളതാണ്. ബാഡ് ടച്ച് ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ. ബസ്സിലൊക്കെ ആണെങ്കിൽ ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഒരുപാട് ബസ് യാത്ര ചെയ്തതാണ്. പക്ഷെ ആ സമയത്തൊക്കെ നമുക്ക് അത് ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത്രയൊന്നും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാവും. പണ്ടൊക്കെ ഞാൻ സ്കൂൾ പഠിക്കുന്നൊക്കെ കാലത്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതാണ് അതിന്റെ കാര്യങ്ങൾ. അത് പക്ഷെ ഇപ്പൊ ഒക്കെ നന്നാവേണ്ടതാണ്. ഇവിടുത്തെ അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഏതായാലും അവിടെ നിന്ന് വിളിക്കുകയും നമ്മുടെ പൊതുവേദിയിൽ അഭിപ്രായം പങ്കുവെക്കുകയും ഒരു ഗ്ലോബൽ എക്സ്പീരിയൻസ് മലയാളിക്ക് നൽകുകയും ചെയ്തതിലൊക്കെ വലിയ സന്തോഷം. മാത്രമല്ല അവിടുത്തെ മലയാളികളെയൊക്കെ നമ്മുടെ പൊതുവേദിയുടെ ആശംസകൾ അറിയിക്കണം. ഭർത്താവിന്റെ പേര് ഇടയ്ക്ക് പറഞ്ഞു, ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഭർത്താവിനോട് ഒക്കെ അറിയിക്കണം. ഭർത്താവിന്റെ ഞാനൊരു ഒറ്റ കാര്യം കൂടെ പറയാം. ഐറ്റി ഡേയ്സ് പൊതുവേദിന്റെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് ഹരി അല്ലേ? അതെ, എന്റെ ഭർത്താവ്. അപ്പൊ ഹരിയോട് എന്റെ പ്രത്യേക അന്വേഷണങ്ങൾ പറയണം. ഹരി നമ്മുടെ യൂട്യൂബിൽ എപ്പോഴും വന്ന് കമന്റ് ഒക്കെ ഇടുന്ന ആളാണ്. നൈസ് ടു ഹിയർ ഫ്രം യു. ഓക്കെ, അപ്പൊ അനഘ മാവേലിക്കരയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീമതി അനഘ, ശ്രീ അനഘ. അനഘ ഒരു വിദ്യാർത്ഥിയാണ്. ഈ
ഈ പുരുഷന്മാരിൽ നിന്നുള്ള അക്രമം ഉണ്ട് എന്നൊരു വലിയ വിഭാഗം സ്ത്രീകൾ പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം വീഡിയോകൾ ഇടുമ്പോൾ അതിനെ ആദ്യമൊക്കെ ആളുകൾ സപ്പോർട്ട് ചെയ്തത്. പിന്നെ അത് റീച്ചിനും ലൈക്കിനും ഷെയറിനും ഒക്കെ വേണ്ടി ഇങ്ങനെ മാറി വരുന്നൊരു രീതി ഉണ്ടാകും. അപ്പോൾ വ്യാജ കഥകൾ, വ്യാജ പ്രചരണങ്ങൾ, വ്യാജ ആരോപണങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ ഇത് എവിടെയാണ് ഒരു ബാലൻസ് ഉണ്ടാകേണ്ടത് അനഘ? ഒരു ട്രെൻഡ് ആക്കി കുറച്ച് ആൾക്കാർ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ശരിക്കും പൊതുശല്യങ്ങളായിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിൽ ഞാൻ 2 ലൈൻ ബസ് മാറി പോകുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ ചില സമയം നല്ല ഇടിയായിരിക്കും. ഇടിക്കുന്ന പറഞ്ഞാൽ നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. തലയ്ക്കും ഏണിനും ഒക്കെ നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരാൾ നമ്മള് തെള്ളുള്ളൊരു ബസ് ഇടി കിട്ടി കഴിയുമ്പോഴത്തേനും നമുക്ക് എന്നെ കയറി പിടിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് സാഹചര്യം നോക്കണം, നമ്മൾ എവിടെ നിൽക്കുന്നതെന്ന് നോക്കണം. ചില സമയത്തൊക്കെ ബസ്സിന്റെ നടുക്കൊരു പൊസിഷൻ വരും. അതായത് നമ്മൾ ഫ്രണ്ട് ഡോറിലും അല്ല ബാക്ക് ഡോറിലും അല്ലാത്ത അവസരം വരുമ്പോ ഫ്രണ്ടിൽ കൂടെ പോകുന്നതിനെക്കാട്ടും നമ്മൾക്ക് പെട്ടെന്ന് ബാക്കിൽ കൂടെ ഇറങ്ങി പോകാൻ പറയുമ്പോഴും ആ ചേട്ടന്മാർ, എനിക്ക് ഇതുവരെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല, ആ ചേട്ടന്മാർ മാറി നമ്മൾ നോക്കും. ചില എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ഒരു വട്ടം ഇതേപോലെ ഇറങ്ങാൻ നേരത്തെ എന്റെ ബാഗ് എങ്ങാണ്ട് താഴെ വീണപ്പോ അവിടെ ഒരു ചേട്ടൻ മോളെ നാന്ന് പറഞ്ഞ് എനിക്ക് ജനലിൽ കൂടി ഇട്ട് ആ വിൻഡോ വഴി ഇട്ട് തന്നു. അപ്പൊ ഈ നല്ല എക്സ്പീരിയൻസും ഉണ്ട്, ബാഡ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. ഇതേപോലെ ഒരു വട്ടം ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ ഒരു യൂണിവേഴ്സിറ്റി ആവശ്യത്തിന് തിരുവനന്തപുരത്ത് പോയിട്ട് വരുമ്പം ചെന്നൈ മെയിൽ ചെയ്ത് വെച്ച് എന്റെ ഒരു എന്റെ ഫ്രണ്ടിനെ ഒരുത്തൻ തോണ്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓപ്പോസിറ്റ് ഇരിക്കുന്നു, ഇവള് ബാക്കി ഇരിക്കുന്നു. അപ്പൊ ഇവൾ എന്നോട് പറയുന്നുണ്ട് ആരാണ്ട് എന്നെ ഇങ്ങനെ തോണ്ടുന്നുണ്ട്. അപ്പൊ ചെന്നൈ മേലെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം 5:15 എങ്ങാണ്ടാണ് ട്രെയിൻ എടുക്കുന്നത്. നല്ല തെരളായിരിക്കും, നമുക്ക് സൂചി കൊടുത്താൻ ഇടം കാണത്തില്ല. അപ്പൊ ഞാൻ വേറൊരു അങ്കിളിനെ നോക്കി കണ്ണു ഉരുട്ടി ഇയാളാന്ന് വെച്ചിട്ട്. അത് നൈസായിട്ടൊരു വല്യപ്പനായിരുന്നു. പുള്ളി നൈസായിട്ട് അപ്പുറത്തൂടെ കയറി പോയി. അപ്പം നമ്മൾ ആ വ്യക്തി, ഇപ്പൊ ഞാൻ ആലോചിക്കുമായിരുന്നു എന്റെ ഒരു തെറ്റിദ്ധാരണ മൂലം ഞാൻ ആ വ്യക്തിയെ ഷൗട്ട് വല്ലതും ചെയ്തായിരുന്നെങ്കിൽ എന്ത് അവസ്ഥയായി പോയത്. നമ്മള് എപ്പോഴും നമുക്ക് റിയാക്ട് ചെയ്യണം, അല്ലാതെ റിയാക്ട് ചെയ്യേണ്ട സമയത്ത് മിണ്ടായിരുന്നിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ ഇടുകയല്ല വേണ്ടത്. നമ്മുടെ രാജ്യത്ത് നിയമമുണ്ട്, എമർജൻസി പീരീഡ് അല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യുക, അതിന് പോലീസ് സ്റ്റേഷനിൽ പോവുക. അല്ലാതെ അപ്പൊ ഒന്നും മിണ്ടാതെ ചിരിച്ചു കളിച്ചൊരു വീഡിയോ എടുത്തിട്ട് ആ മനുഷ്യൻ ചിലപ്പോൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരിക്കത്തില്ല എന്തോ സംഭവിക്കുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് ഇവര് ചെയ്തൊരു കാര്യം തന്നെ ഇവര് ആ വ്യക്തി ഇട്ടു കൊടുക്കുമായിരുന്നു. നിങ്ങൾ സമൂഹം ഇയാളെ തിരിച്ചറിയാൻ, അയാൾ എന്തേറ്റ് ചെയ്ത് നമ്മൾ ആ വീഡിയോ ഉണ്ടല്ലോ, അയാൾ എവിടെ കയറി പിടിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള പൊതുശല്യങ്ങള് ഒരുപാട് പേര് കാണും. ഈ പൊതുശല്യങ്ങൾ കാരണം നാളെ ജെന്യുവിൻ ആയിട്ട് ആരെങ്കിലും വന്ന ആൾക്കാർ ചിലപ്പോൾ അവരെ വിശ്വസിക്കാൻ പേടിയാവും. ഇവരാണോ അവരാണോ ശരി എന്നൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. ഇതുപോലുള്ള പൊതുശല്യങ്ങളെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം. ആ വ്യക്തിയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ. അതുപോലെ താങ്കളുടെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആണോ? അതെ, ഞാൻ ഹെൽത്ത് ഓക്കെ ആണെന്ന് വെച്ചാൽ മരുന്ന് കഴിക്കുന്നു. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഷുഗർ ഷൂട്ട് ചെയ്തിരിക്കുന്നു, എന്താണെന്ന് അറിയില്ല. എന്റെ HP ലെവൽ പറഞ്ഞ് ഞാനും ഇങ്ങനെ കിറങ്ങി പോയിരിക്കും. നമ്മളന്ന് എനിക്ക് അനഘ എന്നോട് നമ്മൾ ഒരിക്കൽ സംസാരിച്ചല്ല ഞാൻ ഈ ഷുഗറിന്റെ കാര്യം. അപ്പൊ ഇപ്പൊ അത് കുറെയൊക്കെ മെച്ചപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ ഒന്നും കൂടി ഡോക്ടറെ കാണണം എന്നൊക്കെ ഉള്ളൊരു ധാരണയിൽ ഇങ്ങനെ നിൽക്കുക. ഓക്കെ, അപ്പൊ അമ്മയ്ക്കൊക്കെ സുഖമായിരിക്കുന്നു അല്ലേ? അച്ഛനും ഒക്കെ സുഖമായിരിക്കും. ഓക്കെ, അപ്പൊ ടീച്ചറോട് പ്രതികരിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്, പക്ഷെ അമ്മയ്ക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടി. നിങ്ങളിൽ എനിക്ക് തോന്നുന്നു അനഘയ്ക്ക് ഭയങ്കര ഭാഗ്യമുള്ള ആളാണ്, ലോട്ടറി അടിച്ചു. എനിക്ക് ആക്ച്വലി ഞാൻ കുറെ നാളായി ഇത് വിളിച്ചിട്ട്. അപ്പം ഞാൻ ആദ്യത്തെ വട്ടം എനിക്ക് കോള് പോയി. പെട്ടെന്ന് ഞാനിങ്ങനെ ലാൻഡ് ലൈൻ നമ്പർ യൂസ് ചെയ്യുന്ന ആളല്ല. ഞാൻ വെച്ച് ഞാൻ വേറെ ആരാണ്ടെ വിളിച്ചെന്ന് ഞാൻ കട്ട് ചെയ്ത്. പിന്നെ ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം എനിക്കിന്ന് കിട്ടണേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. ഏതായാലും അപ്പൊ അത് അനഘയ്ക്ക് സംസാരിക്കാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷം. ഓക്കെ, അപ്പം അതാണ് അനഘ ഒരു വിദ്യാർത്ഥിയാണ്, ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ അനഘയുടെ ഒരു പ്രതികരണം വളരെ വളരെ പ്രധാനപ്പെട്ടതുമാണ്. അപ്പോൾ പ്രേക്ഷകർ യൂട്യൂബിൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.